സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു. യെശയ്യാവ് 30:18 വാക്യം. പ്രതിസന്ധി വരുമ്പോൾ പരിചിതമായ കാര്യത്തിലേക്ക് മടങ്ങാൻ സാധ്യത കൂടാണ്. ഇസ്രായേലർക്ക് അസീര്യൻ ആക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ അവർ സഹായത്തിനായി ഈജിപ്തിലേക്ക് അവർ പഴയ അടിമകാലത്തേക്ക് യജമാനിലേക്ക് തിരിഞ്ഞു. യെശയ്യാവ് 30:1 വാക്യം. ഇത് അവർക്ക് നാശത്തിന് കാരണമാകും എന്ന് ദൈവം പറഞ്ഞു. അവർ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും ദൈവം അവരെ സഹായിക്കാൻ മനസ്സുള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ കൃത്യമാണ് യെശയ്യാവ് പറയുന്നത്. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതിരിക്കുവാനോ ഉയർന്നിരിക്കുന്നു. നാം വേദനകളോടെ പരിഹരിപ്പാൻ മറ്റുള്ളവർക്ക് നോക്കുമ്പോഴും ഇതാണ് ദൈവത്തിൻ്റെ നമ്മോടുള്ള മനോഭാവം. അവർ നമ്മെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. അടിമപ്പെടുത്തുന്ന ശീലങ്ങൾ നാം സ്വയം മുറിപ്പെടുത്തുന്ന അവർ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്നുള്ള ആശ്വാസത്തിനായി ചില വസ്തുതകളും പ്രവൃത്തികളും ആശ്രയിപ്പാൻ നമുക്ക് തോന്നാം. എന്നാൽ നാം അവൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന വഴി യഥാർത്ഥമായ സൗഖ്യം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പരാജയങ്ങളുടെ സമയത്ത് ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? ദൈവമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ അവിടുത്തെ വിശ്വാസം നന്നായി പ്രതികരിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, എന്നെ പാകരമായ ശീലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അങ്ങിൽ തിരിയുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.